സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 1-ാം ക്ലാസ് തഫ്ഹീമുത്തിലാവ കിതാബത്ത് എഴുത്തു പരീക്ഷയ്ക്ക് കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കണം, ഏത് രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കണം എന്നീ പ്രധാന വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക. കുട്ടികൾക്ക് മുഴുവൻ മാർക്കും നേടിക്കൊടുക്കാൻ കഴിയും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം മോഡൽ ചോദ്യപേപ്പർ വായിക്കാം. 1-ാം ക്ലാസ്സിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുമ്പും നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ അതും കൂടെ ഉപയോഗപ്പെടുത്തുക. അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിശാലമായി പറയുന്നുണ്ട്. അതൊന്നുകൂടെ കേൾക്കുന്നത് രക്ഷിതാക്കളായ നമുക്ക് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ചോദ്യപേപ്പർ നിങ്ങൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ചിത്രം നോക്കി വിട്ട ഭാഗം എഴുതാം എന്നതാണ്. ഉറപ്പായും ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവും. കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. മോനെ, ഇതുപോലത്തെ ചോദ്യം ഉണ്ടാവും. ചിത്രങ്ങൾ തരും. അതിൻ്റെ അക്ഷരത്തിൽ, അതിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന് 1-2 അക്ഷരം ചിലപ്പോൾ പോയിരിക്കും. ചിലപ്പോൾ ഒരക്ഷരമായിരിക്കും, ചിലപ്പോൾ 2 അക്ഷരമായിരിക്കും. അപ്പോൾ മോന് വിട്ട അക്ഷരം ആലോചിച്ച് ശ്രദ്ധിച്ച് എഴുതണമെന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 5 ചിത്രങ്ങളുള്ളത്. ഒന്ന് ടൈ ആണ്, പിന്നെ ഒന്ന് കരളിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ മാർബിള്, അതുപോലെ തന്നെ സൂചി, പിന്നെ മത്സ്യം. ഇങ്ങനെ 5 ചിത്രങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ ടൈയിൻ്റെ താഴെ റബുൻ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഡാഷാണ്, പിന്നെ റബുൻ. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ അവിടെ ചുവപ്പ് കളറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് ഏതാണ്? ഊവാണ്. ഉറബുൻ. അപ്പോൾ നിങ്ങൾക്കറിയുന്നുണ്ടാവും, അതൊക്കെ എളുപ്പമുള്ള, നമ്മളൊക്കെ ഒരുപാട് പഠിച്ചതാണ്. അപ്പോൾ ഉറബുൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത്, കരളിൻ്റെ ചിത്രത്തിന് താഴെ ബിദുൻ എന്നുണ്ട്. അവിടെ ഏതക്ഷരമാണ് വിട്ടുപോയത്? ക അല്ലേ? കായാണ് വിട്ടുപോയത്. ക എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ ബി എന്നുള്ളതിലേക്ക് ചേർത്ത് എഴുതി കൊടുക്കണം. ക വേറെയും ബിദുൻ വേറെയുമാക്കരുത്. എല്ലാം കൂടി കൂട്ടിയിട്ടാണ് എഴുതേണ്ടത്. അത് രക്ഷിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ക എന്നുള്ളതിനെ ബി എന്നുള്ളതിലേക്ക് ചേർത്ത് ഇതുപോലെ നമ്മുടെ പുസ്തകത്തിൽ ഉള്ളതുപോലെ എഴുതി കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ മുഴുവൻ മാർക്കും നമുക്ക് കിട്ടുക. ബിദുൻ എന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അവിടെ ക എന്ന് എഴുതി കൊടുത്തു. അതാണ് ചുവപ്പ് നിറത്തിലുള്ളത്. ഇനി റുൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഡാഷ്, പിന്നെയും ഡാഷ്. അങ്ങനെ ഇവിടെ മാർബിളിൻ്റെ ചിത്രത്തിന് താഴെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് എന്താണ്? മറുൻ എന്നാണ്. മാ എഴുതുമ്പോൾ നമ്മൾ റായിലേക്ക് ചേർക്കണം. റായിൻ്റെ കൂടെ ചേർന്നിട്ട് ഒരക്ഷരവും വരില്ല. റാ ഒരക്ഷരവുമായി ഈ ശേഷം ചേരുകയില്ല. മുമ്പ് ഇപ്പോൾ മാ എന്നുള്ളതിനോട് ചേർന്നു. ഇനി എഴുതുന്ന സമയത്ത് റായിൻ്റെ ശേഷം വരുന്ന ഒരക്ഷരത്തിനോടും റാഹ് ചേരില്ല. മറുൻ എഴുതുന്നത് കൂടെ ശ്രദ്ധിക്കണം. റായിലേക്ക് ചേർത്ത് എഴുതാൻ വേണ്ടി കുട്ടികളോട് പറയുക. കുട്ടികൾ അങ്ങനെ തന്നെ എഴുതുന്നുണ്ടോ എന്ന് നോക്കുക. ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ 2-3 കുത്തിട്ടിട്ട് കുട്ടികൾക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. അടുത്തത് സൂചിൻ്റെ ആണ്. എല്ലാവർക്കും എളുപ്പമുള്ള ചോദ്യമാണ്. അവിടെ ബറുൻ എന്നുണ്ട്, ഈ ആണ് പോയത്, ഈ ബറുൻ. ഇനി സമക്കുൻ, നമുക്ക് കുറച്ച് മുമ്പ് എടുത്ത പാഠമാണ്. അവസാന പാഠത്തിൻ്റെ തൊട്ട് മുമ്പുള്ള പാഠമാണ്. സമക്കുൻ, മത്സ്യത്തിൻ്റെ ചിത്രം കാണുന്നുണ്ട് അല്ലേ? അതിൽ മാ കുൻ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. സ ഞാൻ എഴുതി കൊടുത്തതാണ്. ഞാൻ സ എഴുതി കൊടുത്ത പോലെ തന്നെ നിങ്ങൾ എഴുതി കൊടുക്കണം. അതാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത്. സ ഒറ്റയ്ക്ക് എഴുതരുത്, മീമിലേക്ക് ചേർത്ത് എഴുതണം. സമക്കുൻ. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം വന്നാൽ ഇനി നിങ്ങൾ എഴുതുമായിരിക്കും അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തത് വായിക്കാം. ബോർഡിൽ നോക്കി എഴുതാം. ഉറപ്പായും എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെ ഒരു ചോദ്യം വരുന്നതാണ്. ബോർഡിലോ അല്ലെങ്കിൽ ബലൂണിലോ മറ്റേ പൂവിലോ എന്തെങ്കിലും ഒരു ചിത്രത്തിൻ്റെ മേലെയോ അല്ലെങ്കിൽ ഇതുപോലെയോ വാക്കുകൾ കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്ത് ഡാഷ് ഇട്ട് കൊടുക്കും, കള്ളി കൊടുക്കും. അതിലേക്ക് എടുത്ത് എഴുതാനാണ്. അത് വൃത്തിക്കനുസരിച്ചാണ് അതിൻ്റെ മാർക്ക് കൊടുക്കുക. അപ്പോൾ ഓരോന്നും എഴുതുമ്പോൾ ആ വരയിലൂടെ തന്നെ നേരെ, ആ ഡാഷ് ഇട്ടതിലൂടെ തന്നെ തെറ്റാതെ നേരെ എഴുതി കൊടുക്കാൻ വേണ്ടി രക്ഷിതാക്കൾ പറയണം. അവർക്കൊരു 2-3-4 പുള്ളി ഇട്ട് കൊടുത്തിട്ട് അവരോട് എഴുതാൻ വേണ്ടി പറയുക. കാരണം ഇത് നോക്കി അങ്ങനെ അങ്ങ് പകർത്തി എഴുതേണ്ട ആവശ്യമേ ഉണ്ടാവുള്ളൂ. കുട്ടികൾ ചിലപ്പോൾ വളഞ്ഞും തിരിഞ്ഞൊക്കെ എഴുതിപ്പോയാൽ ചിലപ്പോൾ മാർക്ക് കുറഞ്ഞു പോകും. ഇവിടെ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ദർബുൻ എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അവിടെ ചുവപ്പിൽ. അതുപോലെ തന്നെ കുത്തുബുൻ നിങ്ങൾ കാണാൻ കഴിയും. കുത്തുബുൻ,
വർദുൻ, ലൈലുൻ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഓരോന്നും കള്ളികളിലേക്ക് എടുത്ത് എഴുതുക. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം നിങ്ങൾ കാണാം, അക്ഷരങ്ങൾ ചേർത്തെഴുതാം. യദുൻ എന്നുള്ള അവസാനത്തെ പാഠത്തിലും ഇതുപോലത്തെ 2-3 വർക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇത് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, മുൻപുള്ള പാഠത്തിലും ഇതുപോലത്തെ പ്രവർത്തികൾ പാഠത്തിന് ശേഷം പാഠഭാഗത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എഴുതാൻ അറിയണം. ചിലപ്പോൾ നേരെ തിരിച്ചും ചോദിച്ചേക്കാം. അതിനാണ് കൂടുതൽ സാധ്യത. ഇത്തുബൻ എന്ന് കൊടുത്തിട്ട് ഓരോ അക്ഷരങ്ങൾ വേർപിരിച്ചെഴുതാൻ, അതാണ് കൂടുതൽ സാധ്യത. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിതാക്കൾ ഒന്ന് കുട്ടികൾക്ക് അറിയുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ നന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ ഈ ത് ബൊൻ ഒക്കെ ഒറ്റക്കൊറ്റക്കാണ് എഴുതിയിട്ടുള്ളത്. അതിനെ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഇത്ത് ബൊൻ, ഈ വേറെയും ത് ബൊൻ എന്നുള്ളതിനെ ചേർത്ത് എഴുതും. പിന്നെ ത മ് റുൻ, തമ്രുൻ. തമ്രുൻ എന്നത് 3ഉം ചേർന്നിട്ടാണുള്ളത്. ഒറ്റക്കൊറ്റയ്ക്ക് എഴുതരുത്, രക്ഷിതാക്കൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. പിന്നെ ലബിനുൻ എന്നുള്ളത് ല ബീനുൻ, ലബിനുൻ എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി കൊടുക്കുക. മീ സ് കുൻ, എങ്ങനെയാണ് മിസ്കുൻ എന്ന് എഴുതുക? അപ്പോൾ സ് എന്നുള്ളത് കണ്ടില്ലേ, അതിൻ്റെ ഒറ്റക്കുള്ള ആ ശൈലിയിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ രൂപം മാറുന്നുണ്ട്, മിസ്കുൻ. അതൊക്കെ രക്ഷിതാക്കളൊന്ന് പറഞ്ഞു കൊടുക്കുക. സ് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി അഥവാ ഒറ്റയ്ക്ക് എഴുതാൻ പറഞ്ഞാൽ സ് എന്നുള്ളത് ചേർത്ത് എഴുതുന്ന രൂപത്തിൽ എഴുതാൻ പറ്റില്ല. ഇങ്ങനെ വലുതാക്കി സാധാ ഒരക്ഷരം സീൻ എഴുതുന്ന പോലെ തന്നെ എഴുതാൻ വേണ്ടി പറയുക. ഇനി അടുത്തൊരു ചോദ്യം, നിറം നൽകാം എന്നുള്ള ചോദ്യമാണ്. വളരെ മനോഹരമായി 3 കളറുകളിലായിട്ട് 3 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ കൃത്യമായി നിറം കൊടുക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചേക്കാം. പലപ്പോഴും ഇങ്ങനെ ചോദ്യപേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികളോട് പറയുക, ആ അക്ഷരത്തിൻ്റെ പുറമേ പോകാതെ വൃത്തിയിൽ തന്നെ അക്ഷരത്തിന് നിറം കൊടുക്കാൻ വേണ്ടി പറയുക. ഇവിടെ യാ ഉണ്ട്, അതുപോലെ തന്നെ ബ ഉണ്ട്, ലാമുണ്ട്. ഈ 3 അക്ഷരങ്ങളാണുള്ളത്. വളരെ മനോഹരമായി ഓരോന്നിനും നല്ല നല്ല കളറുകൾ കൊടുക്കുക. അപ്പോൾ ഇത് എഴുത്ത് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. ഇൻഷാ അല്ലാഹ് ഈ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്യണം. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. നന്ദി അറിയിച്ച് അൽഹംദുലില്ലായോ താങ്ക്സോ ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കട്ടെ, കൺകുളിർമയുള്ള മക്കളാക്കട്ടെ. അവർക്ക് എല്ലാ മേഖലയിലും ഉന്നതമായ ഖൈറായ വിജയം അല്ലാഹു തആല നൽകട്ടെ. ആമീൻ.